ഈ ഒരു വീഡിയോയുടെ അവസാനം രണ്ട് വാക്കുകളുണ്ട്. ഭയങ്കര പ്രാധാന്യമുള്ള വാക്കായിട്ടാണ് എനിക്ക് തോന്നിപ്പോയത്. എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും കേട്ടോ. രണ്ട് വാക്ക്, ആ ചേർത്ത് പിടിക്കൽ ഒന്നുകൂടി കണ്ടോളൂ. ഒരു ചേർത്ത് പിടിക്കൽ, ചില വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ, ആ വാക്കുകൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വാക്ക് നിലനിൽക്കുള്ളൂ. വാക്ക് നമുക്ക് പലതും പറയാമേ, എന്ത് വേണമെങ്കിലും കയ്യടി കിട്ടാണ്ട് നമുക്ക് എന്തും പറയാമെന്നതാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുന്നത്തെ ആ മുഖ്യമന്ത്രി പറഞ്ഞത്, രണ്ടാളും നന്നായി പഠിച്ചോളൂ, നല്ലതുപോലെ ജീവിച്ചോളൂ, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാവും. 100%. ആ ഒരു വാക്കുകൾ, ആ ഒരു വാക്ക് ഒരു പക്ഷേ മറ്റാര് പറയുന്നതിനേക്കാൾ ആ രണ്ട് കുട്ടികൾ പിണറായി സഖാവ് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും. ഒരു മടിയും കൂടാതെ ഒരു അപ്പൂപ്പൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ, ഒരു അപ്പൂപ്പൻ ചേർത്ത് പിടിക്കുമ്പോൾ ആ അപ്പൂപ്പനോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന പോലെ രാജേഷിൻ്റെ രണ്ട് മക്കൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ആ ഒരു സംഗതി കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയ സംഗതി, ഞാൻ അതിൻ്റെ അടിയിലത്തെ കമൻറ്റുകൾ വായിക്കുകയായിരുന്നു. വെറുതെ ചുമ്മാ, എനിക്കൊരു ആവശ്യമില്ലല്ലോ. 24 വന്നൊരു ന്യൂസാണ്. ഒരാൾ എഴുതി വെച്ചിരിക്കുകയാണ്, കേരളത്തിലെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. 10 കൊല്ലം ചേർത്ത് പിടിക്കുന്നു, വീണ്ടും പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലേ? വീണ്ടും ചേർത്ത് പിടിക്കൽ തന്നെയാണ്. 10 വർഷം ആളുകൾക്ക് ധിക്കാരിയായിരുന്നു, ഇപ്പോൾ മനസ്സിലായില്ല ജനങ്ങളെ എന്നാണ്. 10 വർഷം ധിക്കാരിയായിരുന്നു ജനങ്ങൾക്ക്. ഇനി എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോടാണ്, ഒരുപക്ഷെ എൻ്റെ വീഡിയോ കാണുന്നവര് ഒരുപക്ഷെ ഇടതുപക്ഷക്കാരുണ്ടായിരിക്കാം, തീവ്ര വലതുപക്ഷക്കാരുണ്ടായിരിക്കാം, സോക്കോൾഡ് BJP-ക്കാരുണ്ടായിരിക്കാം. ഇനിയൊരു പക്ഷത്തിലൊന്നും പെടാതെ നമ്മുടെ ഭരണത്തെ മുഴുവൻ അട്ടിമറിക്കാൻ കഴിവുള്ള ജനങ്ങളും ഉണ്ടായിരിക്കാം. നിഷ്പക്ഷർ എന്ന് വിളിക്കുന്ന, എന്നാൽ കൃത്യമായിട്ട് മനസ്സിൽ പക്ഷമുള്ള ആളുകളുണ്ടായിരിക്കാം. സിമ്പിൾ ചോദ്യമാണ്, കഴിയുമെങ്കിൽ അതിന് ഉത്തരം തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളോട് ആരാണ് പറഞ്ഞത് പിണറായി വിജയൻ ധിക്കാരിയാണെന്ന്? ഒന്നുകൂടി ഉണ്ടേ, നിങ്ങളോട് ആരാണ് ഇദ്ദേഹത്തിന് ധാർഷ്ട്യമാണെന്ന് പറഞ്ഞത്? നിങ്ങളോട് ആരാണ് ഇദ്ദേഹം ചിരിക്കില്ല എന്ന് പറഞ്ഞത്? ഈ ചോദ്യത്തിനെല്ലാം ഒരൊറ്റ ഉത്തരമായിരിക്കും നിങ്ങൾ തരിക എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു ഉത്തരം ഈ വീഡിയോയ്ക്ക് താഴെ എഴുതിയിട്ട് നിങ്ങൾ പോയിക്കോളൂ. ഒരു സർവേ പോലെ ആരാണ് നിങ്ങളോട് അദ്ദേഹം ചിരിക്കില്ല എന്നും ധിക്കാരിയാണെന്നും ധാർഷ്ട്യക്കാരാണെന്നും പറഞ്ഞത്? എൻ്റെ ഉത്തരം എന്തായാലും ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു വെക്കാം, മാധ്യമങ്ങളാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലതുപക്ഷ മാധ്യമങ്ങളാണ് പിണറായി വിജയനെ ധിക്കാരിയാക്കിയത്, പിണറായി വിജയനെ ധാർഷ്ട്യക്കാരനാക്കി മാറ്റിയത്, പിണറായി വിജയനെ ചിരിക്കാത്തൊരു മനുഷ്യനാക്കി മാറ്റിയത്. ദാറ്റ് മീൻസ് കഴിഞ്ഞ 10 വർഷക്കാലം ചിരിക്കുന്ന മുഖങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം മടി കാണിച്ചിരുന്നു മാധ്യമങ്ങൾ. നമ്മുടെ മാധ്യമങ്ങളിൽ മുഴുവൻ ചിരിക്കുന്ന ഒരു മുഖം പോലും അവർ കൊടുത്തിരുന്നില്ല. ഏറ്റവും ചിന്തിച്ചിരിക്കുന്ന, ഒരുപക്ഷെ എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യഭാവങ്ങൾ മാത്രമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആളുകളെ മനസ്സിലേക്ക് മുഴുവൻ അദ്ദേഹം എന്തോ ഒരു മോശക്കാരനാണെന്ന രീതിയിലൊക്കെ ഒരു ചിത്രം ഉണ്ടാക്കുകയും അതിനെ തുടർന്നിട്ടുള്ള ഒരു ക്യാമ്പയിനുമാണ് ഇത്രയധികം പരാജയത്തിലേക്ക് ഈ ഒരു ഇടതുപക്ഷത്തെ മുട്ടുകുത്തിക്കുന്നതിൽ സഹായിച്ച ഒരു ഘടകമെന്ന് ഒരു സംശയമില്ലാതെ പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്, നിങ്ങൾക്ക് വേറെ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് ഇവിടെ എഴുതി വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ചേർത്ത് പിടിക്കൊപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, നന്നായി പഠിക്കൂ, നന്നായിട്ട് വളരൂ, എല്ലാ പിന്തുണ ഉണ്ടായിരിക്കും. അല്ലാതെ മറ്റു അലംഭാവ വർത്തമാനത്തിനൊന്നും താല്പര്യമില്ലെന്നേ. മറ്റ് അലംഭാവ വർത്തമാനങ്ങൾക്കും താല്പര്യമില്ല. പലപ്പോഴും അദ്ദേഹം കയറി വരുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം തന്നെയാണോ മുഖ്യമന്ത്രി എന്നൊരു വൻ ഡൗട്ട് നമുക്ക് തോന്നിപ്പോകും. വേണമെങ്കിൽ ഇതാ ആ ഒരു വരവുണ്ട്. ചില ആളുകളൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഈ ആസനമില്ലേ, അതവിടെ അമർത്തിങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റാതാവും. ചില ആളുകൾ എൻ്റർ ചെയ്യുമ്പോഴേ
നമുക്ക് ഈ ആസനം ഇങ്ങനെ നിലത്ത് അങ്ങനെ പതിപ്പിച്ചിരിക്കാൻ നമുക്ക് ഭയങ്കര മടി തോന്നും. അറിയാതെ നമ്മൾ എഴുന്നേറ്റ് പോകും. ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നേ. മൊബൈൽ മാറ്റൂ, മൊബൈൽ മാറ്റൂ. എന്നാൽ ആ കൊച്ചുങ്ങളെ കാണുന്നു. അദ്ദേഹം ഒരു മടിയും കൂടാതെ അവരിട്ട് തന്ന ആ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. നമുക്ക് ഈ ഒരു ഗവൺമെന്റ് വന്നപ്പോഴാണ് പലപ്പോഴും പല ആളുകൾക്ക് മനസ്സിലായത് എന്തായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു ചിത്രം പല ആളുകൾക്ക് കിട്ടിയത് ഇദ്ദേഹം വന്നപ്പോഴാണ്. നമ്മളൊക്കെ പലപ്പോഴും പണ്ടത്തെ ഒരു വാക്കാണ് ഈ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നൊക്കെ പറയില്ലേ. അതൊരു പണ്ടത്തെ വാക്കാണ്. പക്ഷെ ചിലപ്പോൾ ചില പഴയ വാക്കുകളൊക്കെ അന്വർത്ഥമാവും, അർത്ഥമുള്ളതായിട്ടൊക്കെ മാറും. അങ്ങനത്തെ ഒരു അർത്ഥമുള്ള സന്ദർഭത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി കർപ്പിച്ച ഒരു മനുഷ്യനാണ്. അത് 60 വയസ്സോളം ഒരു മനുഷ്യന് അത് ജീവൻ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നത് എന്നെ രക്ഷപ്പെടുത്തണ്ടായിരുന്നു, അദ്ദേഹമല്ല രക്ഷപ്പെടേണ്ടതെന്ന് ആ പാവം മനുഷ്യൻ പോലും ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന് ലൈഫ് ജാക്കറ്റ് ഊരി കൊടുത്തിട്ടാണ് ഈ മനുഷ്യൻ നീന്താൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശയോടെ നീന്താൻ തുടങ്ങുകയും മരണത്തിന്റെ ആഴക്കടങ്ങളിലേക്ക് വീണു പോവുകയും ചെയ്തത്. അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ ഒരു മനുഷ്യന്റെ മൃതശരീരം തിരിച്ചു കൊണ്ടുവരുമ്പോൾ പോലും അനാദരവ് കാണിച്ചു എന്നുള്ളതാണ്. അതായത് നമ്മുടെ സിസ്റ്റം മുഴുവനൊന്ന് കെട്ടഴിഞ്ഞതുപോലെ വളരെ ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ മുറുക്കി കൃത്യമായിട്ട് ഒരു ചട്ടക്കൂടിൽ മുന്നോട്ട് പോയിരുന്നു. ഈ LDF അങ്ങനത്തെ ഒരു ചട്ടക്കൂടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ മറ്റു പാർട്ടിക്ക് പോലല്ല. LDF കൃത്യമായിട്ടൊരു കാഡറ്റ് സംവിധാനമുണ്ട്. ചില കാര്യങ്ങൾ അവർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വീട വ്യത്യാസമില്ല, കൃത്യമായിട്ട് ചെയ്യും. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മെഡിക്കൽ കോളേജുകൾക്ക് ഇവർക്ക് ഈ ഫുഡ് കൊടുക്കാൻ കഴിയുന്നത്. അത് കൃത്യമാണെന്നേ, അത് ചെയ്തിരിക്കും. നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോൾ സംസാരിച്ചു ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ഗ്രാമത്തിൽ നാളെ മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം വേണട്ടാ എന്ന് ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളോടും എല്ലാ വീട്ടിലും പോയി ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും. ആ വീട്ടുകാരാണെങ്കിൽ നാളെയാണല്ലോ ഭക്ഷണം കൊടുക്കേണ്ടത്, ഒന്ന് സെറ്റപ്പ് ആക്കി ഉണ്ടാക്കിയേക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഇതിങ്ങനെ പോയി പറയാനൊരു ടീമുണ്ടെന്നേ, നാളെ അത് പോയിട്ട് വാങ്ങിക്കാനൊരു ടീമുണ്ട്, അത് മുഴുവൻ ശേഖരിക്കാൻ ഒരാൾക്കാരുണ്ട്, അത് മുഴുവൻ ശേഖരിച്ച് കൊണ്ടുപോകാൻ വേറെ ആൾക്കാരുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് അത് നടത്തുമെന്നുള്ളതാണ്. അതിനാണ് കെട്ടുറപ്പ് എന്നൊക്കെ പറയുക. ആ ഒരു കെട്ടുറപ്പ് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇല്ല കേട്ടോ. കോൺഗ്രസിന് ഇല്ല. അവർക്ക് സ്റ്റേജിൽ എല്ലാവർക്കും ഒരു ഇരിപ്പിടം കിട്ടണമെന്നോ അല്ലെങ്കിൽ പ്രമുഖനായിട്ട് ഏതെങ്കിലും ഒരു നേതാവ് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കുതികാലി കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫോട്ടോയുടെ ഒപ്പം കിട്ടണമെന്നോ ഞാൻ ഇന്ന ആളാണ് ഇട്ടാ എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്നാപ്പിലെങ്കിലും പെടാൻ വേണ്ടി തല്ലുകൂടുന്നതും അങ്ങനത്തെ ഒരു അശ്ലീല ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. കതർധാരികളെ കൊണ്ട് നിറയും. അവർക്കങ്ങനെ ഇത്ര പേരവിടെ ഇരിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്താണ് വേണ്ടത്, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു അഴകുഴമ്പ രീതിയാണ്. ആ ഒരു അഴകുഴമ്പ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മുഴുവൻ പോകുന്നുണ്ടോ എന്നുള്ള സംശയത്തിലാണ്. ഏതോ 1-2 സ്കൂൾ പൂട്ടി എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റൽ പൂട്ടി എന്നുള്ള വാർത്ത അത് സത്യസന്ധമാണ്, എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു പിഞ്ചു കുഞ്ഞിന് ചികിത്സ കൊടുക്കാതെ പറഞ്ഞയച്ചു, ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വാർത്ത സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് സമയമില്ല. ഇനി പ്രതികരിച്ചാൽ തന്നെ എന്താ പറയുക, മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കും വിധമാണ് പ്രതികരിക്കുക. കടലിൽ കാണാതായവരെ പറ്റി പറഞ്ഞത്, കടലിൽ അങ്ങനെ ആൾക്കാരൊക്കെ കാണാതാവും, 3 ദിവസം കഴിഞ്ഞില്ലേ എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ്. ആദ്യമായിട്ടല്ലല്ലോ കടലിൽ കാണാതാവുന്നത് എന്നീ വർത്തമാനങ്ങൾ പറയും. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും താരതമ്യങ്ങളും മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കുള്ളത്. എല്ലായിടത്തും താറുമാറായി കിടക്കുന്നതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ മൃതശരീരം തിരികെ കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് എംബാം ചെയ്തിട്ട് പോലും കൊടുത്തയക്കാൻ അവർക്ക് തോന്നാത്തത്. കാരണം ആരും നോക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും മൂക്ക് കൊത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഞാൻ വിചാരിക്കുന്ന 1 വർഷത്തിനുള്ളിൽ മൊത്തം താറുമാറാവും. ഇപ്പോൾ കിട്ടുന്ന ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കൊടുക്കില്ല. കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിയമമൊന്നുമില്ല, അത് കൊടുക്കില്ല.
അങ്ങനെ എല്ലാം തകിടം മറയ്ക്കുന്ന രീതിയിലേക്ക് മാറുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. ആ സമയത്താണ് സഖാവ് പിണറായി വിജയൻ ഇങ്ങനെ ഇത്തരം ആളുകളുടെ വീടുകളൊക്കെ സന്ദർശിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി കാണും. ഒരു പാട്ടുമുണ്ട്. ഞാനല്ല, മുഖ്യമന്ത്രി പറഞ്ഞതാ. ആരെങ്കിലും മര്യാദക്ക് കിട്ടല് എങ്ങനെയുണ്ട് ഇത്തരം ആളുകളൊക്കെ മനസ്സിന്റെ ഉള്ളിലേ ഉള്ളിലുണ്ടാവും. ബൈ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾ തന്നെ എന്താ പറയുക കമ്മി എന്നൊക്കെ വിളിക്കും. അഭിമാനമേ ഉള്ളൂ.